നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആര്? ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് വരികയാണ്. ശ്രീകുറുമ്പക്കാവിലമ്മ മനം നിറഞ്ഞു തൊഴുതുള്ള മടക്കം. മടക്കയാത്രയിലാണ് ഈ തറവാടിനെ കുറിച്ചും ഇവിടെയുള്ള ഐതിഹ്യങ്ങളെ കുറിച്ചും അറിഞ്ഞത്. കൊടുങ്ങല്ലൂരിന്ന് വരുവാ അത്രേ, ഭഗവതിയെ തൊഴുതിട്ട്. നമസ്കാരം. നടവഴിയിലുടനീളം പൂത്തറയ്ക്കൽ തറവാടിനെ കുറിച്ചുള്ള കഥകൾ കേട്ടുകൊണ്ടാണ് ഞാൻ വന്നത്. ദിവ്യശക്തിയുള്ള മൂക്കുത്തി നഷ്ടപ്പെട്ടു അല്ലേ? അതെ. ഇതെല്ലാം അമ്മ സൃഷ്ടിക്കുന്ന മായ മാത്രമല്ലേ? നമ്മൾ വെറുതെ പരിഭ്രാന്തരാകുന്നു എന്ന് മാത്രം. എന്തായാലും എനിക്കിവിടെ എത്താനായത് ഭഗവതിയുടെ നിയോഗം തന്നെയായിരിക്കും. കൊടുങ്ങല്ലൂർ ഭരണിക്ക് ആഘോഷങ്ങൾ നടത്തുന്ന പരദേവതാ ക്ഷേത്രമാണെന്നറിഞ്ഞപ്പോ ഉള്ളം നിറഞ്ഞ് സന്തോഷിച്ചു. അതിന്റെ കാവൽക്കാരെ നേരിട്ട് കാണാൻ കഴിഞ്ഞത് അതിലേറെ സന്തോഷം. കൊടുങ്ങല്ലൂർ അമ്മയുടെ പ്രസാദം കയ്യിലുണ്ട്, തരാമല്ലോ അല്ലേ? അതിനെന്താ, തന്നേക്കൂ. അമ്മയുടെ പ്രസാദം അമൃതിന് തുല്യമല്ലേ? അതെ. ഹലോ ശേഖരൻ സാർ, പൂത്തറയ്ക്കൽ തറവാടിന്റെ നിധിയെക്കുറിച്ച് ഇനി വേറെ എങ്ങും അന്വേഷിക്കണ്ട. ഞാനിപ്പോ നിൽക്കുന്നത് ആ നിധിയുടെ മുകളിലാ. നിധി ഈ തറവാടിന്റെ നടുത്തളത്തിൽ തന്നെയുണ്ട്. സാറ് വരാൻ തയ്യാറായിക്കോ. ഉപകാരം ചെയ്തവരെ സാറ് മറക്കാറില്ലെങ്കിൽ ജോസും മറക്കാറില്ല. നിങ്ങളല്ലേ കുറച്ചു മുമ്പ് എന്റെ വീട്ടിൽ വന്നത്? നിങ്ങൾ എന്താ ഇവിടെ? ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നൊരു ഭക്തനാ. ഇവിടെ തറവാട് ക്ഷേത്രത്തിലൊന്നും തൊഴാൻ. സത്യം പറഞ്ഞോ, എന്താ ഈ വീടിനകത്ത് കാര്യം? താനൊരു കള്ള സന്യാസിയെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായിരുന്നു. എന്തിനാ താൻ ഈ തറവാടിൽ വന്നത്? എന്താ പറ്റിയത്? കൊടുങ്ങല്ലൂരിന്ന് സന്യാസിയാണെന്ന് പറഞ്ഞൊരാള് വന്നു. പ്രസാദം തരാന്ന് പറഞ്ഞു വന്നിട്ട് എന്തോ ഒരു സ്പ്രേ എടുത്ത് ഞങ്ങളുടെ മുഖത്തേക്ക് അടിച്ചു. ഞാൻ അയാളെ കണ്ടിരുന്നു. കള്ള സന്യാസിയാ. കുറച്ചുമ്പ് വീട്ടിൽ വന്നിരുന്നു. അപ്പൂസിന്റെ അടുത്ത് പൂത്തറയ്ക്കൽ തറവാട് അറിയോ, കാണിച്ചു എന്നൊക്കെ ചോദിച്ചു. ഞാൻ അയാൾ അവിടെ നിന്ന് ഓടിച്ചു വിട്ടതാ. അയാൾ എന്തിനാ നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാൻ വരുമ്പളേ അയാളിതേ ആ നടുമുറ്റത്തേക്ക് കയറുന്നു. ആരെയോ ഫോൺ ചെയ്ത് കണ്ടെത്തിന്നൊക്കെ പറഞ്ഞു. അയാളുടെ കയ്യിൽ എന്തൊക്കെയോ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. അയാളുടെ വരവ് വെറുതെയല്ല. ഞങ്ങൾ രണ്ട് വയസ്സായവരെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയുമല്ലോ. എന്ത് ചെയ്യാനാ? ദൈവങ്ങളുടെ അനുഗ്രഹത്തോടെയും സംരക്ഷണത്തോടെയും കഴിഞ്ഞിരുന്നതാ. ഇപ്പൊ എല്ലാം നഷ്ടപ്പെട്ടു.
മാഷെ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഇവിടെ നിൽക്കുന്ന അപകട. അയാൾക്ക് പുറകെ ഇനി ആരെങ്കിലും വല്ലെന്ന് ആര് കണ്ടു? ഞാനും അത് തന്നെയാ ചിന്തിക്കുന്നില്ലതേ. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞ് അമ്മയുടെ മൂക്കുത്തിയും തിരികെ ഏൽപ്പിച്ച് അത് വിഗ്രഹത്തിൽ ചാർത്തി ഒരു തവണ കൂടി അമ്മയൊന്ന് തൊഴണം. എന്നിട്ട് ആ നടയിൽ മരിച്ചാലും സാരമില്ല. ഇവിടെ നിപ്പം മാറുക എന്ന് പറഞ്ഞാ എങ്ങോട്ടാ? ദേവൻ സാറിന്റെ വീട് സിറ്റിയിലല്ലേ, അങ്ങോട്ട് പോയാല്? പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ അവനും കുടുംബത്തിനും ഉണ്ട്. അതിന്റെ ഇടയിൽ ഞങ്ങൾ കൂടി ഒരു ബാധ്യതയാവാൻ പാടില്ല. ഏതായാലും ഇവിടെ നിക്കണ്ട. മാഷിനും ടീച്ചറമ്മയ്ക്കും സമ്മതാവൂന്ന് അറിയില്ല. വേണമെങ്കിൽ കുറച്ചു ദിവസം എന്റെ വീട്ടില്. സൗകര്യങ്ങൾ കുറവാ, ഇതുപോലെ അടച്ചുറപ്പും ഉണ്ടാവില്ല. പക്ഷെ ഞാനും അപ്പൂസും നിങ്ങക്ക് കാവൽ ചെയ്യുന്നോളാം. ഞാനീ പറഞ്ഞത് അധിക പ്രസംഗമായോ? പോകാൻ മനസ്സുണ്ടായിട്ടല്ല, പക്ഷെ ഇവിടെ നിൽക്കാനാവുന്നില്ല. ജീവൻ അവസാനിക്കും വരെ ഈ തറവാടിനകത്ത് തുടരണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഈ തറവാട് ഇപ്പൊ മറ്റുള്ളവരുടെ നിയന്ത്രണത്തില. കേട്ടറിവില്ലാത്തൊരു നിധിയുടെ പേരിൽ ജീവന് വരെ ഭീഷണി ഉയർന്നിരിക്കുന്നു. അതിനുവേണ്ടി ആളുകൾ എത്തിത്തുടങ്ങി. ഭഗവതിയുടെ മൂക്കുത്തി നഷ്ടമായതു മുതൽ ഈ തറവാടിന് കഷ്ടകാലമാ. തൊട്ടതെല്ലാം പിഴയ്ക്കുന്നു, സംഭവിച്ചതെല്ലാം എതിരാ. ഞങ്ങൾ ലതയുടെ കൂടെ പോവാ അവളുടെ വീട്ടിലേക്ക്. മനസ്സിവിടെ വെച്ചുകൊണ്ട് ശരീരം മാത്രം ഒരു യാത്ര. മുത്തശ്ശി, ഈ തറവാട് നശിച്ചു പോകരുത്. കീഴടക്കാൻ ആര് വന്നാലും മുത്തശ്ശിയുടെ ശക്തി അവരുടെ മേൽ പതിയണം. പുത്തറയ്ക്കൽ തറവാടും ഇവിടുത്തെ നന്മകളും എന്നെന്നും നിലനിൽക്കണം. ശാന്തമായൊരു അന്തരീക്ഷത്തില് മുത്തശ്ശിയുടെ മുന്നിൽ തന്നെ ജീവിച്ചു മരിക്കണം ഞങ്ങൾക്ക്. അതിന് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇറങ്ങാൻ സരസ്വതി. ഇനി എന്നിങ്ങോട്ട് തിരിച്ചു വരുമെന്നറിയില്ല. മുന്നോട്ട് കാല് നീങ്ങുന്നില്ല, മനസ്സ് നീങ്ങുന്നില്ല. വേണ്ട, കൂടുതൽ ആലോചിച്ച് സങ്കടപ്പെടാൻ നിൽക്കണ്ട. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവിച്ച ടീച്ചറെ. എന്തൊക്കെ സംഭവിച്ചാലും ഈ തറവാട് നശിക്കില്ല. കൊടുങ്ങല്ലൂരമ്മ അതിന് അനുവദിക്കില്ല. പോവാം.